അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹ് വബഅദ്. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, അറബ് നാടുകളിൽ ഇപ്പോൾ ഈന്തപ്പനകളിൽ വിളവെടുപ്പുകാലമാണ്. ഈ സാഹചര്യത്തിൽ ഭൂമിയിൽ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന വൃക്ഷങ്ങളെയും കായ്കനികളെയും കുറിച്ച് പൊതുവായും, എന്നാൽ ഈന്തപ്പനയെയും ഈത്തപ്പഴത്തെയും കുറിച്ച് പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുകയും വിളവെടുപ്പു സമയത്തു തന്നെ ഈന്തപ്പഴത്തിന്റെ സകാത്ത് കൊടുത്തു വിട്ടുവാൻ ഉത്ബോധിപ്പിക്കുകയുമാണ് ഈ ആഴ്ചയിലെ ജുമുഅ ഖുതുബ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: വറഹ്മതി വസിഅത് കുല്ല ശൈ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന അസ്സകാഹ്. എന്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുകയാണ്. അതേസമയം ആ കാരുണ്യത്തെ എന്നെ സൂക്ഷിക്കുകയും സകാത്ത് കൊടുത്തു വിട്ടുകയും ചെയ്യുന്നവർക്ക് ഞാൻ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ. അല്ലാഹു ആകാശത്തു നിന്ന് മഴ പെയ്യിച്ചത് നീ കാണുന്നില്ലേ? അതുവഴി വിവിധ നിറമുള്ള പലയിനം പഴങ്ങൾ നാം ഉൽപ്പാദിപ്പിക്കുന്നു. അത്യുന്നതനായ രക്ഷിതാവും യുക്തിമതിയായ നിയന്ത്രകനുമായ അല്ലാഹു ഏറെ പരിശുദ്ധനാണ്. ഭൂമിയെ അവൻ പരത്തുകയും പടർത്തുകയും ചെയ്തു. വൃക്ഷങ്ങൾ കൊണ്ടവൻ ഭൂമിയെ അലങ്കരിക്കുകയും പൂവുകൾ കൊണ്ട് സുന്ദരമാക്കുകയും ചെയ്തു. വിവിധ ഇനം പഴങ്ങൾ അവൻ ഭൂമിക്കു നൽകി. വിശുദ്ധ ഖുർആനിൽ 70-ലധികം സ്ഥലങ്ങളിൽ ഈ ഭൂമിയെക്കുറിച്ചു ചിന്തിക്കുവാൻ അല്ലാഹു നമ്മെ ആഹ്വാനം ചെയ്തു. അതുവഴി ഈ ഭൂമിയുടെ മഹത്വം ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനുമാണ് അല്ലാഹു ഇപ്രകാരം പറയുന്നത്. അല്ലാഹു ഓർമ്മപ്പെടുത്തി: യുംബിതു ലകും ബിഹിസ് സർഅ വസ്സൈതൂന വന്നഖീല വൽഅഅനാബ് വമിൻ കുല്ലിസ് സമറാത്തി ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമിൻ യതഫക്കറൂൻ. ആകാശത്തുനിന്ന് അല്ലാഹു വർഷിച്ച ജലം വഴി അവൻ നിങ്ങൾക്ക് കൃഷിയും ഒലീവും ഈന്തപ്പനയും മുന്തിരിയും മുളപ്പിച്ചു തരുന്നു, മറ്റെല്ലാ കായ്കനികളും. ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇതിലെല്ലാം ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അതെ, ഇവയെല്ലാം അല്ലാഹുവിന്റെ തെളിവുകളാണ്. അല്ലാഹുവിന്റെ സമ്പൂർണ്ണ ശേഷിയെ സൂചിപ്പിക്കുന്ന സൂചനകളാണ്. അല്ലാഹുവിന്റെ അറിവിനെയും യുക്തിയെയും ദ്യോതിപ്പിക്കുന്ന അടയാളങ്ങളാണ്. ഉൾക്കാഴ്ച കൊണ്ട് നോക്കിക്കാണുകയും ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് അല്ലാഹുവിന്റെ ഔദാര്യത്തെയും കാരുണ്യത്തെയും സൂചിപ്പിക്കുന്ന വലിയ ദൃഷ്ടാന്തങ്ങളാണ്. തഅമ്മൽ ഫീ നബാത്തിൽ അർളി വൻദുർ ഇലാ ആസാരി മാ സ്വനഅൽ മലീകു. ഭൂമിയിലെ സസ്യലതാദികളെ കുറിച്ചു ചിന്തിക്കൂ, അങ്ങനെ അവയെ സൃഷ്ടിച്ച രാജാതിരാജനായ അല്ലാഹുവിന്റെ സൃഷ്ടി വൈദഗ്ധ്യത്തിന്റെ പ്രതിഫലനങ്ങൾ ഉൾക്കൊള്ളൂ എന്നാണ് കവി ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ഭൂമിയിൽ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്ന മരങ്ങളെക്കുറിച്ചും അവയുടെ ഫലങ്ങളെക്കുറിച്ചും അവ പ്രദാനം ചെയ്യുന്ന സുഗന്ധത്തെക്കുറിച്ചും പഴങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും ഇലകളെക്കുറിച്ചുമെല്ലാം നാം ചിന്തിക്കുക. ആരാണ് അവയെല്ലാം സൃഷ്ടിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തത്? ദാലികുമുല്ലാഹു റബ്ബുക്കും ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അവയെല്ലാം സൃഷ്ടിച്ചു സംവിധാനിച്ചത് നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവാണ്. ലോകരക്ഷിതാവായ അല്ലാഹു അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. അല്ലാഹു അറിയാതെ ഒരില പോലും പൊഴിയുന്നില്ല. അവന്റെ സമ്മതവും അറിവും കൂടാതെ ഒരിലയും മരത്തിൽ അവശേഷിക്കുന്നുമില്ല. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാതിൽ അർദ് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. അല്ലാഹു അറിയാതെ ഒരില പോലും പൊഴിയുന്നില്ല. ഭൂമിയുടെ അന്തർഭാഗത്ത് ഒരു ധാന്യമണിയോ പച്ചയും ഉണങ്ങിയതുമായ ഏതെങ്കിലും വസ്തുവോ
ഒന്നും തന്നെ വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താത്തതായി ഇല്ല തന്നെ. അല്ലാഹുവേ, നിന്റെ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നവരാക്കി ഞങ്ങളെ നീ മാറ്റണമേ. സത്യവിശ്വാസികളെ, ഭൂമിയിൽ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്ന വൃക്ഷങ്ങളിൽ ഏറെ മഹത്തരവും ഫലസമ്പന്നവുമായ ഒന്നാണ് ഈന്തപ്പന. ഈന്തപ്പനയെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നല്ല വാക്കിന്റെ ഉപമയായി ഉദ്ധരിച്ചിട്ടുണ്ട്. വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യഥാർത്ഥ വിശ്വാസിയെ ഉപമിച്ചിരിക്കുന്നതും ഈന്തപ്പനയോടാണ്. ഫലസമ്പന്നമായി നിൽക്കുന്ന ഈന്തപ്പന ഏറെ സുന്ദരമായ ഒരു കാഴ്ചയാണ്. ഈന്തപ്പഴമാവട്ടെ ഏറെ ഫലപ്രദവും ഉപകാര സമ്പന്നവുമാണ്. നമ്മുടെ സംഗമവേദികളിലെ അലങ്കാരമാണ് ഈത്തപ്പഴം. നമ്മളത് ഭക്ഷിക്കുകയും നമ്മുടെ മക്കൾക്കു വേണ്ടി കാത്തുവെക്കുകയും ചെയ്യുന്നു. നമ്മുടെ അയൽവാസികൾക്ക് സമ്മാനമായി അത് സമർപ്പിക്കുകയും നമ്മുടെ അതിഥികൾക്ക് വിശിഷ്ട ഭക്ഷണമായി നാം നൽകുകയും ചെയ്യുന്നു. അത് നമ്മുടെ അറബ് പാരമ്പര്യമാണ്, പ്രവാചക ചര്യയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ മദീനയിൽ ഒരാൾ അതിഥിയായി ആഗതനായി. പ്രവാചകർ അദ്ദേഹത്തിനു സമർപ്പിച്ചത് വിവിധ ഇനം ഈത്തപ്പഴങ്ങൾ നിറച്ച ഒരു തളികയായിരുന്നു. സഹോദരങ്ങളെ, ഇന്നു നാം ഈന്തപ്പഴം വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കേറെ ഉപകാരപ്പെടുകയും ഫലപ്രദമാവുകയും ചെയ്യുന്ന ഈ ഈന്തപ്പഴം നാം പറിച്ചെടുക്കുമ്പോൾ അതിൽ അല്ലാഹുവിനോടുള്ള ബാധ്യത കൂടി നാം നിർവഹിക്കേണ്ടതുണ്ട്, നിറവേറ്റേണ്ടതുണ്ട്. അല്ലാഹു പറഞ്ഞിരിക്കുന്നത് കുലൂ മിൻ സമരിഹി ഇദാ അസ്മറ വആതു ഹഖ്ഖഹു യൗമ ഹസാദിഹി എന്നാണ്. അഥവാ മരങ്ങൾ കായ്ക്കുമ്പോൾ ആ പഴങ്ങൾ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, വിളവെടുപ്പുകാലത്ത് അതിന്റെ ബാധ്യത അഥവാ സക്കാത്ത് നിങ്ങൾ കൊടുത്തു വീട്ടുകയും ചെയ്യുക. അതുകൊണ്ട് ഒരാൾ സ്വന്തം വീട്ടിലെയോ കൃഷിയിടത്തിലെയോ ഈന്തപ്പഴം വിളവെടുക്കുമ്പോൾ അത് 540 കിലോഗ്രാം ഏകദേശം ഉണ്ടാവുകയും ചെയ്താൽ അതിൽ നിന്ന് 5% സക്കാത്തായി നൽകേണ്ടതുണ്ട്. ജലസേചനത്തിനും മറ്റുമായി നാം പണം ചെലവഴിക്കുന്നു എന്നതുകൊണ്ടാണ് നാം ഈ കണക്കിനെ ആശ്രയിക്കുന്നത്. ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിലേക്കാണ് നാം സക്കാത്തു നൽകേണ്ടത്. അതുപോലെ അതിന്റെ സംഖ്യ പണമായി സക്കാത്തു ഫണ്ടിലേക്കും കൈമാറാവുന്നതാണ്. ഫഅഖ്രിജു സകാത തുമൂരിക്കും വഅദ്ദു ഹഖ്ഖ റബ്ബിക്കും തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അതുകൊണ്ട് നമ്മുടെ ഈത്തപ്പഴത്തിന്റെ സക്കാത്ത് നാം കൊടുത്തു വീട്ടണം. അല്ലാഹുവുമായുള്ള ബാധ്യത നാം തന്നെ പൂർത്തീകരിക്കണം. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.